നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച, അതിനുശേഷം രാജ്യമൊട്ടാകെ ബി.ജെ.പി. സർക്കാരിനെതിരെ ഉയർന്ന വിദ്യാർത്ഥി പ്രതിഷേധാഗ്നിയിൽ രാജ്യത്തിന്റെ തെരുവുകൾ സ്തംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് മുൻപിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം രാജ്യത്ത് ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ശക്തി കേന്ദ്രമായ ബീഹാറിലെ ബങ്കിപ്പൂരിൽ ബി.ജെ.പിക്ക് കാലിടറിയിരിക്കുന്നു. 30 വർഷം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത മണ്ഡലം ഇത്തവണ മാറി ചിന്തിച്ചപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് 12,000-ലധികം വോട്ടുകൾക്കാണ്. ബങ്കിപ്പൂരിലെ 30 വർഷത്തെ ഭരണത്തിനാണ് 30 ദിവസം കൊണ്ട് വിദ്യാർത്ഥികൾ വിരാമമിട്ടത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണ് ബീഹാർ. ജൂലൈ 25-ന് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് അസോസിയേഷനും റവല്യൂഷണറി അസോസിയേഷനും സംയുക്തമായി നടത്തിയ സംസ്ഥാന വ്യാപകമായ പണിമുടക്കിൽ 694 പേരെയാണ് ബീഹാറിൽ നിന്ന് മാത്രമായി കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 355 പേരെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിരുന്നു. തലസ്ഥാനമായ പട്ന ഉൾപ്പെടെ 13 ജില്ലകളിലാണ് പ്രതിഷേധം അണപൊട്ടിയൊഴുകിയത്. പരീക്ഷാ പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടി ബീഹാറിൽ സമരം പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്ത ജൻ സുരാജ് പാർട്ടി നേതാവായ പ്രശാന്ത് കിഷോറാണ് ബങ്കിപ്പൂരിൽ നിന്നും ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ നിബിനായിരുന്നു ബങ്കിപ്പൂരിലെ ബി.ജെ.പിയുടെ മുൻ എം.എൽ.എ. നിതിൻ നിബിൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് 3 പതിറ്റാണ്ടിലേറെയായി ബി.ജെ.പി. കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത്. ബീഹാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243-ൽ 202 സീറ്റുകൾ നേടിയ എൻ.ഡി.എക്ക് ബങ്കിപ്പൂരിലെ ഫലം നിർണായകമൊന്നുമല്ല. പക്ഷേ ബീഹാറിൽ നിതീഷ് കുമാറിന് ശേഷം എൻ.ഡി.എ മുഖ്യമന്ത്രിയായി ബി.ജെ.പിയുടെ സാമ്രാജ് ചൗധരി അധികാരമേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിനെയും തൊഴിൽ, വിദ്യാർത്ഥി മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിച്ച അപ്രീതിയും നിലനിൽക്കെ ബി.ജെ.പി. ബങ്കിപ്പൂർ മണ്ഡലത്തിലെ വിജയത്തെ നിർണായകമായാണ് കണക്കാക്കിയിരിക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ നീരജ് കുമാർ സിൻഹയ്ക്ക് വേണ്ടി എൻ.ഡി.എയുടെ മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, എം.എൽ.എമാർ അങ്ങനെ ഒരു വമ്പൻ നേതൃനിര തന്നെ പ്രചാരണത്തിനായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറും വീഡിയോയിലൂടെ നീരജ് കുമാർ സിൻഹയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. അരയും തലയും മുറുക്കി പോരാട്ടത്തിനിറങ്ങിയിട്ടും പക്ഷെ വിദ്യാർത്ഥികളുടെ ശോഭം വോട്ടിൽ പ്രത്യക്ഷമായത് ബി.ജെ.പിയുടെ പരാജയത്തിന് നിർണായക കാരണമായി. രാജ്യത്താകമാനം യുവജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അസംതൃപ്തിയുടെ പ്രതിഫലനമാണ് ബി.ജെ.പിയുടെ മണ്ഡലത്തിലെ പരാജയമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.